അവക്കാഡോ ഷേക്ക് കുടിക്കട്ടെ. ഇത് എനിക്ക് കാണുമ്പോൾ എന്താ ഓർമ്മ തന്നെയെന്ന് അറിയാമോ? നമ്മൾ നാട്ടിലുള്ളപ്പം നമ്മൾ കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ ഒരു അവക്കാഡോ ഷേക്ക് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ്. ഇപ്പം അതെങ്ങനെയായി എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് മാത്രം കിട്ടും. അവിടുത്തെ അവക്കാഡോ ഷേക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അതും ഞങ്ങൾ അവിടെ നിന്ന് ആ ജ്യൂസും കുടിക്കും. പിന്നെ അടുത്ത് തന്നെയാണല്ലോ കായ്ക്ക ബിരിയാണി കിട്ടണം, അവിടെയും ഞങ്ങൾ പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എപ്പോൾ പോയാലും ഞങ്ങൾ ഈ 2 ഷോപ്പിൽ പോകാറുണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ, ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കുടിക്കുമ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചു വ്ളോഗ് റെഗുലറായിട്ട് എടുക്കണം എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പം എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്ന കഥയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ വന്നതും ആ വിശേഷമൊക്കെ ഓരോ വ്ളോഗിൽ ഇതേപോലെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് കാണാൻ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും നിങ്ങൾക്ക് അറിയാം, ഞാൻ ലൈക്ക് മേക്കപ്പ് വ്ളോഗ്, ബ്യൂട്ടി വ്ളോഗ് അതെന്തായാലും ഞാൻ ചെയ്യൂട്ടോ. ഞാൻ ഷോർട്സിൽ എപ്പോഴും ഞാൻ റിവ്യൂ വ്ളോഗൊക്കെ ഇടും, അതും ചെയ്യും, മേക്കപ്പ് വ്ളോഗും ചെയ്യും. അതിൻ്റെ ഒപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറയാം. കാര്യം എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് ആദ്യമായിട്ട് അത് കിട്ടിയത്. എനിക്കിപ്പോൾ പേഴ്സണലി ഇപ്പോൾ കമൻറ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് ഫേസ്ബുക്കിൽ മെസ്സേജസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പം അതിനേക്കാളും എനിക്ക് ഒരു ദിവസം എൻ്റെ ഇമെയിൽ, അപ്പം അത് ഇമെയിലിൽ ഇപ്പോൾ കൊളാബിൻ്റെ അങ്ങനത്തെയൊക്കെ നമുക്ക് മെയിൽ കിട്ടും. പക്ഷേ ചിലപ്പോൾ മേ ബി കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ അറിയാതിരിക്കാനാണോ അറിയില്ല. അങ്ങനെ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞൊരു മെയിൽ അയച്ചാൽ അതെനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഞാൻ അത്ര വലിയ വ്ളോഗറും കാര്യങ്ങളൊന്നും അല്ല, കാര്യം ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആ മെസ്സേജ് കിട്ടിയപ്പോൾ ആ ഒരു ഡേ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഇമെയിലൊന്നും കാണിക്കില്ല. അത് ചിലപ്പോൾ അത്രയും ആഗ്രഹം ഇപ്പോൾ പുറത്ത് കാണിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരായിരിക്കുമല്ലോ ചിലപ്പോൾ ഇമെയിൽ അയച്ചത്. എന്താണെങ്കിലും ആ ഒരു സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണം, ഇപ്പോൾ കമൻറ്റിലൂടെ പറയാൻ ആഗ്രഹം, ചിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാര്യം. അങ്ങനെയുള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഇവിടെ കൊടുക്കാം, ocean501 ആണ്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ഓഷ്യൻ ജോർജ് എന്നാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് തുറന്നാൽ കിട്ടും എൻ്റെ ഫേസ്ബുക്ക്. എന്നാലും സ്റ്റിൽ ഞാനിവിടെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് വേണമെങ്കിലും, ഈവൻ മേക്കപ്പിൻ്റെ എന്ത് ചോദിക്കാനാണെങ്കിലും, ഇപ്പോൾ കമൻറ്റ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക്, ആഗ്രഹമില്ലാത്തവർക്ക് എനിക്ക് പിന്നെ തോന്നുന്നത് ചിലവർ കമൻറ്റ്, അത് ഞാൻ വേറെ എനിക്ക് തോന്നുന്നു പറഞ്ഞായിരുന്നല്ലേ, കമൻറ്റ് ഇട്ടിട്ടും ഡിലീറ്റ് ആക്കും. അങ്ങനെയുള്ളവർക്കും എനിക്ക് മെസ്സേജ് ചെയ്യട്ടെ, നോ പ്രോബ്ലം. എനിക്ക് പറ്റുന്ന രീതിയിൽ അപ്പം തന്നെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ട്. അതെന്തായാലും ഞാൻ റിപ്ലൈയും തരും. ഫേസ്ബുക്കിൽ പിന്നെ അത്ര ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല, ബട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ അയക്കാട്ടോ. ഫ്രിഡ്ജിലെല്ലാം പ്രെപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കൂട്ടെ, പച്ചക്കറി മാത്രമല്ല എല്ലാം. എന്താണ് കേക്കട്ടെ. എന്റെ ബാക്കിൽ ക്യാമറയിൽ ഞാൻ വീഡിയോ കൊടുക്കാം, എന്നെ അവിടെ ഇനി ചിരിപ്പിക്കണേ, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ള. അപ്പം ഞാൻ എന്താ പറയാൻ വന്നത്, എല്ലാ ബാക്കിലിരുന്ന് ചിരിപ്പിക്കണോണ്ട് എനിക്കറിയില്ല ഞാനെങ്ങനെ ഈ വീഡിയോ തീർക്കുന്നത്. ഓക്കെ, എല്ലാം പ്രെപ്പ് ചെയ്ത് വെക്കും കേട്ടോ. എന്ന് വെച്ചാൽ ലൈക്ക് വെജിറ്റബിൾസ് മാത്രമല്ല ചിക്കനോ അങ്ങനെ എല്ലാം എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കാര്യം വർക്കൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എളുപ്പമുള്ള വീക്കിലി. അപ്പം ഞാനപ്പം ചപ്പാത്തിയും ചിക്കനുമാണ് ഞാൻ കഴിക്കണത്. ചിക്കൻ ഉണ്ട് ഇവിടെ, ചിക്കൻ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ചിക്കൻ കേട്ടോ. ഇത് ബാലൂനാണ്ടോ, ഞാൻ പച്ചക്കറി ഒന്നും കഴിക്കൂല. ഇത് ബാലൂനാണ്, പക്ഷെ ഹെൽത്തി ആവും. ബാക്കി ഇരുന്ന് ചിരിപ്പിക്കണോണ്ടാണ്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുള്ള. നിങ്ങൾക്കറിയാമോ ഞാൻ വ്ളോഗ് എടുക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നത് 2 പേര് കാരണമാണ്. കാര്യം ചിരിപ്പിക്കാനും
കുളമൊക്കെ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഒന്ന് എൻ്റെ ഭർത്താവ്, ഒന്ന് എൻ്റെ മകൻ. എൻ്റെ മകനാണ് ഫോണിൽ അവിടെ നിൽക്കണമുണ്ട് രക്ഷപ്പെട്ടു. ഇപ്പം ഭർത്താവ് ക്യാമറമാൻ ഓടാ. ശരിയല്ല, ഞാൻ ഇതോടെ കഥ നിർത്തി.